വി ഡി സതീശൻ ഇന്ന് ഈ തൃശൂർ മണ്ഡലത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ഡീൽ എന്ന് പറയുന്ന കാര്യം ഒന്നുകൂടി സെറ്റ് ചെയ്യാനായി ശ്രമിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തിന്റെ രണ്ടാം ഭാഗത്തിൽ തന്നെ അത് കൃത്യമായി പൊളിയുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ തൃശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കരുവന്നൂരിന്റെ കാര്യം പറയുന്നുണ്ട്, പൂരം കലക്കലിന്റെ കാര്യം ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് പ്രധാനം. ബി.ജെ.പിക്ക് ലോക്സഭയിലേക്ക് ഒരു സ്ഥാനാർത്ഥി, ഒരു കാൻഡിഡേറ്റ് അവിടെ നിന്ന് വിജയിപ്പിക്കാൻ കഴിയുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം ബി.ജെ.പിയുടെ ഒരു സ്ഥാനാർത്ഥി അവിടെ നിന്ന് വിജയിക്കുമ്പോൾ കുറഞ്ഞ വോട്ടുകൾ ആരുടേതാണ് എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായി കോൺഗ്രസിന്റേതാണ്, UDF-ന്റേതാണ്. അപ്പോൾ CPIM-ഉം ബി.ജെ.പിയും തമ്മിൽ ഒരു ഡീൽ ഉണ്ടാക്കുമ്പോൾ അവിടെ കോൺഗ്രസിന്റെ വോട്ടുകൾ കുത്തനെ എങ്ങനെ കുറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുമാത്രമല്ല, തെരഞ്ഞെടുപ്പിന് പിന്നാലെ സുരേഷ് ഗോപിയെ കണ്ട് ഞങ്ങളുടെ ആളുകളൊക്കെ വോട്ട് ചെയ്തു എന്ന് സ്ഥിരീകരിച്ച കോൺഗ്രസ് നേതാക്കൾ തന്നെ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് ചരിത്രം. മാത്രമല്ല, ഇപ്പോൾ ഗോപി പറഞ്ഞതുപോലെ വി ഡി സതീശൻ ഇന്ന് നടത്തിയ ആ പ്രതികരണത്തിൽ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ വോട്ട് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹത്തിനോട് കൃത്യമായി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞതിൽ നിന്നും നേരെ വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ബി.ജെ.പി ജയിക്കും എന്നൊരു പ്രതീതി അവിടെ ഉണ്ടാകുന്നതോടുകൂടി ആളുകൾ കൂട്ടത്തോടെ ന്യൂനപക്ഷ വോട്ടുകൾ LDF-ലേക്ക് പോയി എന്നുള്ളതാണ് വി ഡി സതീശൻ പറയുന്നത്. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകളല്ല, അത് ബി.ജെ.പി വിരുദ്ധ വോട്ടുകൾ. അപ്പോഴും ബി.ജെ.പി വിരുദ്ധ വോട്ടുകൾ, ആദ്യം ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറയുന്നത് ബി.ജെ.പി വിരുദ്ധ വോട്ടുകൾ. ശരി, ബി.ജെ.പി വിരുദ്ധ വോട്ടുകൾ അങ്ങനെ തന്നെ പറയാം. അപ്പോൾ ബി.ജെ.പി വിരുദ്ധ വോട്ടുകൾ കൂട്ടത്തോടെ LDF-ലേക്ക് പോയി എന്നും ഇതേ വി ഡി സതീശൻ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ഡീല് അവിടെ നടന്നു എന്നുള്ളത് വി ഡി സതീശൻ പറയുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അത് തൃശ്ശൂരുമായി ബന്ധപ്പെട്ടാണ്. പാലക്കാടുമായി ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് സ്കേൻ. എന്തായാലും പാലക്കാട് മണ്ഡലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ ജില്ലയിൽ കോൺഗ്രസിന്റെ ഒരേ ഒരു സിറ്റിംഗ് സീറ്റാണ് പാലക്കാട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു സിറ്റിംഗ് MLA ഉണ്ടായിരുന്നു കോൺഗ്രസിന്. ആദ്യഘട്ടത്തിൽ ബി.ജെ.പിയുടെ നെക്ക് ടു നെക്ക് ഫൈറ്റ് ചെയ്ത് ഷാഫി പറമ്പിൽ വിജയിച്ചിടത്തു നിന്നും ഭൂരിപക്ഷം വളരെയധികം വർദ്ധിപ്പിച്ച ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ച മണ്ഡലമാണിത്. മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ആ കോൺഗ്രസ് MLA-ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അങ്ങനെയാണല്ലോ രമേശ് പിഷാരടി അവിടേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പറയട്ടെ സ്കെയിൻ. അപ്പോൾ പാലക്കാടുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു ആദ്യത്തെ ആരോപണം? ഏറ്റവും ദുർബലനായ, ഒട്ടും സ്വാധീനമില്ലാത്തൊരു സ്ഥാനാർത്ഥിയെ LDF അവിടെ ഇറക്കിയിരിക്കുന്നു, ബി.ജെ.പി ജയിപ്പിക്കാൻ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആരോപണം. പക്ഷേ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ LDF-ന്റെ സ്ഥാനാർത്ഥി റസാഖ് ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് ബി.ജെ.പിക്ക് ജയിക്കാനുള്ള വഴി ഉണ്ടാക്കുന്നു എന്നുള്ളതായി രണ്ടാമത്തെ ആരോപണം. അതായത് പെട്ടെന്ന് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി അല്ല അദ്ദേഹം എന്നുള്ളത് പിന്നീട് വരുന്ന ചർച്ചകളിൽ നിന്നും ക്ലിയർ ആകുകയും അതിന് പിന്നാലെ ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നുള്ള ആരോപണത്തിലേക്ക് അവർ എത്തുകയും ചെയ്യുകയാണ്. റസാഖിനെ കുറിച്ചുള്ള ചർച്ചകൾ പിന്നീട് നടന്നല്ലോ. കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് ഇത് ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ്. അല്ല, NMR റസാഖിനെ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി അല്ലാന്ന് പിന്നീട് ക്ലിയർ ആയി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഗോപി കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലിയർ ആയതെന്ന് എനിക്ക് ഞാൻ പറഞ്ഞത് എന്റെ സംശയമാണ്. അസിത പ്രേക്ഷകരോട് പറയണല്ലോ, അങ്ങനെ ക്ലിയർ ആയ സ്ഥിതിക്ക് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പാലക്കാട് കൃത്യമായി ഗ്രൗണ്ട് ഉള്ള ആളാണെന്നും ഇപ്പോൾ ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് വ്യവസായ അസോസിയേഷന്റെ ഒക്കെ പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന ആളാണെന്നും എല്ലാ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം, കോൺഗ്രസ് നേതാക്കളുമായി പോലും വളരെ അടുത്ത ബന്ധം റസാഖിനുണ്ട് എന്നുള്ളതും റസാഖിന്റെ പശ്ചാത്തലം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ചർച്ചയാകുന്നുണ്ട്. കാരണം അദ്ദേഹത്തിനെ കുറിച്ച് ആർക്കും അറിയാത്ത ആളാണ് എന്നുള്ള പ്രതികരണം വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പാലക്കാട് ശോഭാ സുരേന്ദ്രനെ പോലുള്ള മത്സരിക്കുന്ന ഒരു സ്ഥലത്ത് മത്സരിപ്പിക്കേണ്ട ആളാണോ? ഞാൻ പറയട്ടെ. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു സ്വാധീനവും ഇല്ലാത്ത സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിടത്തു നിന്നും ന്യൂനപക്ഷ വോട്ടുകൾ സ്വാധീനിക്കാൻ ശക്തിയുള്ള സ്ഥാനാർത്ഥിയായി എന്തായാലും ഇപ്പോൾ റസാഖ് മാറിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വന്ന് പ്രത്യക്ഷപ്പെട്ടാൽ ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങനെ അദ്ദേഹം സ്വാധീനിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതോ ഈ റസാഖ് എന്നുള്ള പേര് കണ്ട് ന്യൂനപക്ഷങ്ങൾ കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ നിൽക്കുന്നവരാണ് എന്നാണോ ഇവർ ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.